നമസ്കാരം. മാസ്റ്റർ ഡ്രൈവിംഗിലേക്ക് സ്വാഗതം. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളാണോ എങ്കിൽ ഞാൻ ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഡ്രൈവിംഗ് പഠനം തുടങ്ങാൻ പാടുള്ളൂ. എന്തൊക്കെയാണ് ബേസിക്കിൽ വരിക എന്നുള്ളത് വളരെ ഷോർട്ട് ഫോമായിട്ട് പറയാം. അപ്പോൾ അത് കൃത്യമായിട്ടത് മനസ്സിലാക്കിയിട്ട് ഓരോ ഷോർട്ട് ഫോമിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം ഡ്രൈവിംഗ് തന്നെ പഠിക്കുവാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ 4 കാര്യങ്ങൾ ഞാൻ പറയുന്ന ഈ ഷോർട്ട് ഫോമുകൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. DSSSM മെത്തേഡിൽ വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. എന്താണ് DSSSM മെത്തേഡ്? ഓരോന്നും എന്താണെന്നുള്ള ഓരോ വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറാണ്. അപ്പോൾ ഡോറ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഡോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ ആദ്യത്തെ S എന്ന് പറയുമ്പോൾ സീറ്റാണ്. അപ്പോൾ സീറ്റിൽ കയറി ഇരിക്കുന്നതിന് മുമ്പ് സീറ്റ് എങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം, എന്താണ് സീറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും. രണ്ടാമത്തെ S എന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് എങ്ങനെ പിടിക്കാം, സ്റ്റിയറിംഗ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് അനലൈസ് ചെയ്യണം. മൂന്നാമത്തെ S എന്ന് പറയുമ്പോൾ സീറ്റ് ബെൽറ്റ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ ലാസ്റ്റ് M എന്ന് പറയുന്നത് മിററായിരിക്കും. മിറർ എന്താണ്, എത്രയൊക്കെ തരം മിറർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് കൃത്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ സാധാരണ കാറിൽ കയറുമ്പോൾ എല്ലാവരും സാധാരണ ചെയ്യുന്ന തെറ്റായിട്ടുള്ള രീതിയാണ് ചെയ്യുന്നത്. കാരണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡോറ് സാധാരണ ഓപ്പൺ ചെയ്യുന്നു, അകത്ത് കയറുന്നു. ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. പക്ഷേ ബേസിക് മുതൽ തന്നെ തെറ്റായിട്ടുള്ള രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു പോവുകയാണെങ്കിൽ വലിയ അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഡോറ് തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വണ്ടിയുടെ ചുറ്റും ഒന്ന് നടന്നു നോക്കുക. ഇടത് ഭാഗത്ത് നിന്ന് വന്നിട്ട് വേണം നോക്കാൻ. ആദ്യം ഈ ഡോറ് ലോക്കാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ അടിയിൽ വല്ല ജീവജാലങ്ങളുണ്ടോ, വല്ല മറ്റേ പൂച്ചയോ പട്ടിയോ വല്ല അടിയിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചുറ്റും ഈ വണ്ടിയുടെ ആദ്യം ചുറ്റും ഒന്ന് നടക്കണം. ഇങ്ങനെ നടന്ന് എല്ലാ ഡോറും ക്ലോസ്ഡ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോറ് ഓപ്പൺ ആണോ എന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. സാധാരണ നമ്മൾ മറ്റേ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വല്ല ടൗണിലാണ് അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് വണ്ടിയുടെ അകത്തേക്ക് കയറണമെങ്കിൽ നമ്മളെപ്പോഴും സാധാരണ ചെയ്യുന്ന തെറ്റ് ഇങ്ങനെ ഡോറ് ഓപ്പൺ ചെയ്യുന്നു, കയറണു, ഇതാണ്. പക്ഷെ ഇതല്ല ശരിയായിട്ടുള്ള രീതി. നമ്മൾ വണ്ടിയുടെ ഓപ്പോസിറ്റ് നിൽക്കുക. വണ്ടിയുടെ ഓപ്പോസിറ്റ് നിന്നാൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന വണ്ടികളെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് ഫ്രണ്ടിൽ വണ്ടി ഇല്ല എന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ തിരിഞ്ഞിട്ട് അകത്തോട്ട് കയറുക. അകത്തോട്ട് കയറി ഡോർ ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അകത്ത് ഇരുന്നതിന് ശേഷം ഡോറ് ഓപ്പൺ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോറ് ഓപ്പണായി കിടക്കുന്നുണ്ടോ എന്നറിയാൻ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ ബേസിക് തന്നെ പഠിച്ചു പോകുമ്പോൾ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ 2 ഡോറുകൾ തമ്മിലുള്ള ബീഡിങ് ഈക്വൽ ആണോ എന്നുള്ളത് അകത്ത് നിന്ന് മിററിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ, ഈ ഡോറിൻ്റെ ബീഡിങ് കാണാൻ പറ്റും, ഇത് കറക്റ്റാണ്. അഥവാ നമ്മൾ മിററിലൂടെ നോക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് തുറന്നിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിററിലൂടെ നോക്കുമ്പോൾ ഈ ഫ്രണ്ട് ബീഡിങ്ങും ബാക്ക് ഡോറിൻ്റെ ബീഡിങ്ങും തമ്മിൽ ഓർഡറിലായിരിക്കില്ല. ഒന്ന് പൊങ്ങിയിട്ടും ഇത് കറക്റ്റായിരിക്കും, പക്ഷെ ബാക്കിൽ കറക്റ്റായിരിക്കില്ല. അപ്പോൾ ഡിസോർഡറിലായിരിക്കും അത് കാണുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. ഡോറ് ഓപ്പൺ ആയിട്ടുണ്ടോ, ഏതെങ്കിലും തുറന്നു കിടക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. ഈ കാര്യം ആദ്യമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ റൂഫിംഗ് ലൈറ്റ് ഉണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളുടെയും അകത്ത് കാണുന്നതാണ്. ഏതെങ്കിലും ഡോറ് ഓപ്പണായി കിടക്കുകയാണെങ്കിൽ റൂഫിംഗ് ലൈറ്റ് ഓണായി കിടക്കും, ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലൂടെയും നമ്മൾക്ക് ഡോർ ഓപ്പൺ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഡാഷ് ബോർഡ് വാർണിംഗ് ലൈറ്റുകൾ ഉണ്ടാവും. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡാഷ് ബോർഡിൽ എന്താണ് വാർണിംഗ് ലൈറ്റ് എന്നുള്ളതൊക്കെ എൻ്റെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ഡാഷ് ബോർഡ് വാർണിംഗ് ലൈറ്റുകളിൽ നമ്മൾക്ക് ഡോറിൻ്റെ ചിഹ്നം ഓണായി കിടക്കും.
അതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല ചെറിയ സൗണ്ടുകളുണ്ടാവും, വാർണിംഗ് ലൈറ്റ് കത്തുന്നതിൻ്റെ സൗണ്ടുകളുണ്ടാവും. അതും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ റണ്ണിൽ പോകുന്ന സമയത്ത് ഡോറ് ഓപ്പൺ ആയി കിടക്കുന്നതിൻ്റെ ചെറിയൊരു സൗണ്ട് വരും. ഡോറ് അടഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഡോറ് തമ്മിൽ ഇടിക്കുന്ന ഒരു സൗണ്ട് വരും. ഈ കാര്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ബേസിക് എന്താണെന്നുള്ള കാര്യം നമുക്കിതോടെ മനസ്സിലാക്കാൻ പറ്റും. ഈ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക.